പുതിയൊരു റിപ്പോർട്ടുകളനുസരിച്ച് MDMA എന്ന് മാറി ഹൈബ്രിഡ് കഞ്ചാവിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്നു ഫ്ളാറ്റിൽ പരിപാടിയുടെ ചർച്ചയ്ക്കായി എത്തിയതാണ് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നിപ്പോ അവരൊക്കെ നാട് വിട്ടു പോയോ ചെറുപ്പക്കാരെ? എന്നാ കണ്ട കുട്ടികളൊക്കെ ഇന്നിപ്പോ യുവാക്കളല്ലേ? ഫോറസ്റ്റിന് മനസ്സിലായി വരുന്ന ഒരു സാഹചര്യം അതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇയാളുമായിട്ടുള്ള, അതായത് ഇയാൾ ആരാധകനാണ്, ഈ ഒരു സമ്മാനം തന്നത് മാത്രമേ തനിക്ക് അറിയുള്ളൂ. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കേസല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ കേസും കൊണ്ടു നടക്കേണ്ട ഒരു ഗതികേടാവും. അതായത് മൃഗവേട്ട വകുപ്പ് പ്രധാനമായി നിലനിൽക്കുന്നത് കാട്ടിൽ കയറി മൃഗങ്ങളെ, വന്യജീവികളെ ഇത്തരത്തിൽ വേട്ടയാടി പിടിച്ച് അതുങ്ങൾ ഉപദ്രവിക്കുന്നതുമായി കേസുകൾ കണ്ടമാനം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിപ്പം കൂടുതലും സിനിമാ മേഖലയിൽ നിന്നാണ് നമ്മൾ കേൾക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും സിനിമാക്കാരൊക്കെ ആകുമ്പം വാർത്തകൾ കത്തിക്കയറും. വേടൻ കഞ്ചാവുമായിട്ട് പിടിയിലായിട്ടുണ്ട്. ഇനി മുമ്പോട്ട് ആരൊക്കെ പിടിയിലാകും എന്നുള്ളത് ഓരോ ദിവസവും നമുക്ക് കണ്ടറിയേണ്ടി വരും. പിടിച്ചാൽ മാത്രം പോരല്ലോ, ഇതിൻ്റെയൊക്കെ സോഴ്സ് അറിയണ്ടേ? ഇവരെ ഉപയോഗിക്കുന്നവരല്ലേ, ഇത് ഉണ്ടാക്കുന്നവരെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇവരെ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതുകൊണ്ടൊരു ശാശ്വത പരിഹാരമല്ല. സോഴ്സ് അറിയണം. ഈ വിതരണക്കാരനെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്കറിയാം, കർണാടക എന്നാണ് നമുക്ക് മെയിനായിട്ട് ഇങ്ങോട്ട് വരുന്ന സാധനം. കർണാടകയിലൊക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളാണ്. പുതിയൊരു റിപ്പോർട്ടുകളനുസരിച്ച് MDMA എന്ന് മാറി ഹൈബ്രിഡ് കഞ്ചാവിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ യൂസേഴ്സ്. ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ റാപ്പർ വേടൻ പോലീസിന്റെ കസ്റ്റഡിയിൽ. റാപ്പർ വേടനൊപ്പം 9 പേർ കൂടെയുണ്ടായിരുന്നു ഫ്ളാറ്റിൽ. പരിപാടിയുടെ ചർച്ചയ്ക്കായി എത്തിയതാണ് എന്നതാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 5 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയ സാഹചര്യം ഒന്നുമില്ലല്ലോ. നമ്മുടെ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ നോക്കുമ്പോൾ 2016 മുതൽ കേരളത്തിൽ ഈ ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ അധികാരികളൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇപ്പം ഒരു വലിയ സംഭവമാക്കി മാറ്റി. ഇതിൽ നിന്ന് മാറിയെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ 2016 കേരള ഹൈക്കോടതിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള സെൻട്രൽ പോലീസ് സ്റ്റേഷൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന്, ചേട്ടാ ചായ കുടിക്കാൻ 10 രൂപ തരാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കൊടുത്തേക്കും. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ വീണ്ടും 10 രൂപ തരാമെന്ന്. ഈ പയ്യനെ കൂടെ വേറൊരു പയ്യനുണ്ട്. അവരെന്ന് വെച്ചാൽ ഓടി വന്ന് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. അപ്പം എല്ലാം കൂടെ വന്ന സുഹൃത്ത് പറഞ്ഞ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ കഞ്ചാവ് പിടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു 2016 ഞാൻ പറയുന്നത്. എന്താ കഞ്ചാവ് പിടിക്കാൻ പിള്ളേരൊന്ന് ചോദിക്കും. എറണാകുളത്ത് ഇങ്ങനെയൊക്കെയാണ്, പലരും 10 രൂപ മേടിച്ചിട്ട് വേണം കഞ്ചാവ് പിടിക്കാമെന്ന് പറഞ്ഞു. ഞാനത് ഈ പറഞ്ഞ സുഹൃത്ത് കോടതി അഭിഭാഷകനായിട്ടുള്ള ആളാണ്. ഒത്തിരി അഭിഭാഷകരുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ ഇവരോട് സംസാരിക്കുകയും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള ബ്രേക്കുകൾ നമ്മൾ ചായക്കടയിലോട്ടൊക്കെ വരും. പുറത്തോട്ടിറങ്ങി ചായ കുടിക്കണ്ടോ ചായ കുടിക്കും, സിഗരറ്റ് വലിക്കണ്ടോ സിഗരറ്റ് വലിക്കും, കാപ്പി കുടിക്കണ്ടോ കാപ്പി കുടിക്കും, സ്നാക്സ് ഒക്കെ കഴിക്കണോ സ്നാക്സ് കഴിക്കും. ഈ സമയത്താണ് അന്ന് 2016 ഓർക്കണം. അപ്പം 16 8 വർഷം ഇങ്ങോട്ട് പോകുന്നത്, 8-9 വർഷം ആവുകയാണ്. അന്ന് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ഞാൻ റൂമിൽ താമസിക്കുന്ന സമയത്ത് ഷിമാട്ടി ജംഗ്ഷൻ്റെ ബാക്കിലാണ്. അത് 2017 എനിക്ക് തോന്നുന്നു. 17 സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട്, ചിലപ്പം വേർത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ഉച്ചയ്ക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിൽ പോയി റിലാക്സ് ചെയ്ത് ഒന്ന് ഫാനൊക്കെ ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ തിരിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 2 മണി 3 മണി നമ്മൾ ഇറങ്ങണം. ഞാൻ ചിലപ്പോൾ കോടതിയോട് തിരിച്ചു പോകുന്നു, ചിലപ്പോൾ എറണാകുളം കോടതിയോട്ടായിരിക്കും പോകുന്നു. ഈ സമയത്ത് ഞാൻ പോകുന്ന എൻ്റെ റൂമിൻ്റെ സൈഡിലായിട്ട് മാടക്കയുടെ ഫ്രണ്ടിലൊക്കെ പിള്ളേർ കിടക്കുന്ന കാണാം, നിലത്ത് കിടക്കുവാണ്. അപ്പോൾ വണ്ടി ഞാനിത് പലതവണ കണ്ട് പിള്ളേർ ചാരി ഈ കടയുടെ അടച്ചു കിടക്കുന്നത് മാടക്കടയാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് അടുത്ത്? ഇവിടെ ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതെന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചു. പിള്ളേരൊക്കെ എറണാകുളമല്ലേ, ഇതൊക്കെ മരുന്നും എന്തെല്ലാമൊക്കെ പോച്ച് കിടക്കുന്നത്. ഇത് പറഞ്ഞ് ഞാൻ 8-ലും 9-ലും പഠിക്കുന്ന പിള്ളേരുടെ കാര്യമാണ്. അപ്പം ഞാൻ ആ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ സാറ് ശ്രദ്ധിക്കൊന്നും വേണ്ട, ഇതൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അവരതിന് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത് ഇതെന്താ, നമുക്കിത് ഇത്ര പരിചിതമല്ലാത്തൊരു കാര്യം. നിങ്ങളതിന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന് അന്നേ ഉണ്ടായിരുന്നതൊക്കെ. ഇപ്പം നമ്മുടെ മീഡിയ വഴി നമ്മളിപ്പോൾ ഇതൊക്കെ അറിയുന്നു. മീഡിയാസ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് സെർച്ച് ചെയ്യും. പോലീസിൻ്റെ കൂടെ തന്നെ അവരും ക്യാമറയായിട്ട് ഇറങ്ങി. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇത്രയും, അന്നൊന്നും അത്ര സോഷ്യൽ മീഡിയ ഒന്നും അത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവായി വരുന്ന ഒരു കാലഘട്ടമല്ലേ. സോഷ്യൽ മീഡിയ ഉണ്ട്, അന്ന് ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നുള്ള പോലെ നമ്മളത്ര ഇൻവോൾവ് അല്ലല്ലോ പബ്ലിക്.
ഇന്നിപ്പോൾ അവരൊക്കെ നാട് വിട്ട് പോയോ ചെറുപ്പക്കാർ? എന്നാ കണ്ട കുട്ടികളൊക്കെ ഇന്നിപ്പോൾ യുവാക്കളല്ലേ? നമ്മുടെ നാട്ടിൽ ലഹരി ഒരു ഭയങ്കര പ്രോബ്ലമാണ്. കുട്ടികളെ അത് ചെറുപ്പം പോലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, എന്താണ് അവർ ഈ MDMA പോലെ ലഹരി ഉപയോഗിക്കുന്നത്? കാരണം അവർ പറയുന്ന റീസൺസ് രാത്രികളിലൊക്കെ വർക്കുണ്ട്, സ്ക്രിപ്റ്റ് വർക്കുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിങ്, അല്ലെങ്കിൽ അവർക്ക് ഡാൻസ് പ്രാക്ടീസ്, മ്യൂസിക് പ്രാക്ടീസ്. ഈ സമയങ്ങളിലൊക്കെ ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിലപ്പം ഒരു ഇവൻ്റ് ആയിരിക്കാം, അല്ലെ ഷൂട്ടിംഗ് ഡേറ്റ്സ് ഇന്ന ദിവസത്തിനുള്ളിൽ ഷൂട്ട് തീർക്കണം. അപ്പം 5 ദിവസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ നൈറ്റിൽ അവർക്ക് പണിയെടുക്കാം. ഇതെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉറക്കം മാക്സിമം കുറച്ചിട്ട് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് പഫ് എടുക്കുമ്പം അല്ലെ MDMA യൂസ് ചെയ്യുമ്പം ഇവർക്ക് ഓഫ് ആകത്തില്ല. നമ്മളെല്ലാം രാത്രി ഒരു 10 മണി അല്ലെ 12 മണി അല്ലെ 2 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും ഓഫാവും, ഉറക്കത്തിലോട്ട് പോകും. പിന്നെ നമ്മൾ രാവിലെ ഇതിനൊക്കെ 5 മണി 6 മണി അല്ലെ 8 മണി 9 10 മണിയൊക്കെ ആകുമ്പോൾ മനുഷ്യൻ ഇതിനൊക്കെ ഇവർക്ക് ആ ടൈം കൂടെ കിട്ടണം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയോടെ ഇവർക്ക് വർക്ക് ചെയ്യാൻ കിട്ടണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആക്റ്റീവായിട്ടിരിക്കണം. നമ്മളെപ്പോലെ ഇങ്ങനെ ഉറങ്ങി നിൽക്കാതെ കണ്ണ് തുറന്നവർക്ക് നിൽക്കണം. കണ്ണ് തുറക്കുന്നൊപ്പം തന്നെ മൈൻഡ് ഓപ്പൺ ആവണം. അതിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാനിതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാനിത് പല ആൾക്കാരോടും ചോദിച്ചു, അവർ പറയുന്നതാണ് അത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കണം, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം. മനുഷ്യൻ്റെ ശരീരം അത് ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഉറക്കം. അതില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവും, നമ്മുടെ മാനസിക നിലയെ ബാധിക്കും, വലിയൊരു പ്രശ്നമാണ്. തൊഴിൽ ചെയ്യുന്നതും പ്രശസ്തി കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ്, മോശമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ലൈഫ് ഇട്ട് കളിക്കില്ല. അപ്പം വേടൻ്റെ കാര്യത്തിൽ പോലീസ് പിടിച്ചത് 5 ഗ്രാമിലാണ്. ഇതുപോലൊക്കെ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒരുപക്ഷെ പോലീസിൻ്റെ ലിസ്റ്റ് വേണം. വ്യക്തമായ തെളിവോടുകൂടി പിടിച്ചാലേ കാര്യമുള്ളൂ. ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ഷൈൻ ടോമിൻ്റെ ആണല്ലോ, ഇവർക്ക് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ കിട്ടണം. ഇന്ന ആൾ അല്ല ഇന്ന നടൻ, ഇന്ന സെലിബ്രിറ്റി ഇന്ന സ്ഥലത്തുണ്ട്, അയാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അയാളുടെ കൂടെ സംഘമുണ്ട്, അയാൾക്ക് ഇന്ന് ഒരാളെ കൈമാറുന്നുണ്ട്. ഇത് വ്യക്തമായിട്ട് കിട്ടുന്നതാണ് അവർക്ക്. എവിഡൻസ് പിടിച്ചാലേ ഉള്ളൂ കാര്യമുള്ളൂ. ഇപ്പോൾ പോലീസിൻ്റെ പണി വെടുപ്പായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അത് മുമ്പോട്ടുള്ളത് എന്താവും എന്നറിയത്തില്ല. കോടതിയിൽ ഇതൊക്കെ നിലനിന്നാലേ ഉള്ളൂ കാര്യമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടടുത്ത് കറക്റ്റായിട്ട് സ്റ്റെപ്സ് എടുക്കുക, എവിഡൻസ് എടുക്കുക, ഇതൊക്കെ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഇത് കോടതി തള്ളി ഇങ്ങ് പോകും. പല കേസുകളും തള്ളിക്കാറുമുണ്ട്, തള്ളാറുമുണ്ട്. ഇത് സിനിമാ മേഖലയിൽ മാത്രം ഒതുക്കി തീർക്കല്ലോ, എല്ലാ മേഖലയിലും ഉണ്ട്. ഇതില്ലാത്തൊരു മേഖലയില്ല, അതാണ് സത്യാവസ്ഥ. കേരളത്തിലൊരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ആ 10 പേർക്കകത്ത് 2 പേര് ലഹരി ഉപയോഗിക്കുന്നവരായിരിക്കും. അതാണ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രോബ്ലം. ഇപ്പം ഈ വേട കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പുലിനഖം എന്തോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ വനംവകുപ്പ്. വേടനെ പുലിപ്പല്ലിൽ രൂപമാറ്റം വരുത്തി മാലയുണ്ടാക്കി കൊടുത്ത തൃശൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്നാൽ വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്ത് കുമ്പിടിയുമായി ബന്ധപ്പെടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ പുലിപ്പല്ലാണോ ഇതെന്ന് അറിയില്ലെന്നാണ് വേടന്റെ മൊഴി. എന്നാൽ വേടന്റെ മൊഴി വനംവകുപ്പ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. വേടന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകളും പരിശോധിക്കും. ശ്രീലങ്കൻ സ്വദേശിയായിട്ടുള്ള രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആരാധകനാണ് എന്നാണ് റബ്ബർ വേടൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഈ രഞ്ജിത്തും മറ്റൊരു സുഹൃത്തും കൂടി എത്തി സമ്മാനമായി നൽകുകയായിരുന്നു. അത് പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയാമായിരുന്നില്ല, അല്ലെങ്കിൽ ഒറിജിനലാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയുണ്ടായിരുന്നില്ല. പക്ഷെ അത് ആഭരണമായി ഉപയോഗിച്ചു. അത് തൃശ്ശൂരിലുള്ള ഒരു ജ്വല്ലറിയിൽ എത്തിച്ചാണ് അത് രാഗി ആഭരണത്തിന്റെ ഷേപ്പിലേക്കാക്കി, അത് ലോക്കറ്റിന്റെ ഒരു മാതൃകയിലാക്കിയ ശേഷമാണ് അത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ നിന്നും തെളിവെടുപ്പിന് ശേഷം ഈ റാപ്പർ വേടനെ തൃശ്ശൂരിലെ ഈ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാവിലെ കോടനാട് നിന്നുമാണ് ജ്വല്ലറിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം തിരിച്ച് കോടനാടേക്ക് തന്നെ റബ്ബർ വേടനുമായി ഫോറസ്റ്റ് സംഘം പോയിട്ടുണ്ട്. എന്തായാലും ഈ അപർണ സൂചിപ്പിച്ചതുപോലെ ഈ UK കാലങ്ങളായി താമസിച്ചു വരുന്ന ആളാണ്
രഞ്ജിത്ത് കുമ്പിടി എന്നാണ് ഫോറസ്റ്റിന് മനസ്സിലായി വരുന്ന ഒരു സാഹചര്യം അതാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇയാളുമായിട്ടുള്ള, അതായത് ഇയാൾ ആരാധകനാണ്, ഈ ഒരു സമ്മാനം തന്നത് മാത്രമേ തനിക്ക് അറിയുള്ളൂ. തനിക്ക് അയാളുമായി നേരിട്ട് കോൺടാക്ട് ഒന്നുമില്ല, ഇൻസ്റ്റഗ്രാമിൽ വഴിയിലാണ് ബന്ധമെന്നാണ് വേടൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ കൂടുതൽ പരിശോധനയുണ്ടാകും. ഈ റാപ്പർ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഗതി നിയമവിരുദ്ധമാണ് പുലിപ്പല്ല് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ കിടക്കുന്നുണ്ട്. പുലിപ്പല്ല എന്ന് പറയുന്നത് കേൾക്കാം. ഞാൻ പണ്ട് കണ്ടു, പക്ഷെ നമുക്ക് 10-30 വർഷം പഴയ കാര്യമാണ് പറയുന്നത്. ബാല്യകാലത്തൊക്കെ ഞാൻ ചില വ്യക്തികളുടെ കാര്യത്തിൽ ലോക്കറ്റായിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഇന്ത്യ പോയ രാജ്യത്ത് ഇതെല്ലാം പ്രശ്നമാണ്. ഇവിടെ ആനക്കൊമ്പ് മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ പലരുടെയും വീട്ടിൽ പോകാൻ അറിയാൻ പറ്റും, ആനക്കൊമ്പോ പുലിനകോ എന്തെല്ലൊക്കെ കാണുമായിരിക്കും. അങ്ങനെ കൊണ്ട് ഈ മയിലിൻ്റെ തൂവല് പ്രശ്നമല്ലേ? മിക്ക വീട്ടിലും കാണും മയിലിൻ്റെ തൂവല്. ഈ മയിലിൻ്റെ തൂവല് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കാറില്ലേ? അപ്പം അതൊരു വന്യജീവിയല്ലേ മയില്? ദേശീയ പക്ഷിയല്ലേ മയില്? ഇതൊക്കെ പ്രശ്നമാകുന്നത് പിടുത്തം വീഴുമ്പോഴാണ്. നിങ്ങൾ എന്തെങ്കിലും വേറൊരു പ്രശ്നത്തിൽ വന്ന് പിടിക്കുമ്പോൾ ഇത് കണ്ട വേടൻ കഞ്ചാവ് കേസിൽ പിടിച്ചു, ഈ ലോക്കറ്റ് കിടക്കുന്ന കണ്ട് പരിശോധിച്ചു, അത് പുലിനകാന്ന് മനസ്സിലായി. പുലിനകം കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. ഇയാൾ ഇവിടെ പുലിയെ വേട്ടയാടി പിടിച്ചതുപോലെയാണ് വനം വകുപ്പ് പറയുന്നത്. എല്ലാവരും സൂക്ഷിക്കുക. നിങ്ങൾ ഒരു കാരണവശാലും വന്യജീവികളുടെ ഒരു സാധനവും കൈവശം വെച്ചേക്കില്ലേ. പണി വരുന്നത് മറ്റേ വല്ലൊരു കേസിൽ പ്രതിയാകുമ്പം അതിൽ നിന്ന് ഊരി വരുമ്പോഴായിരിക്കും ഇത് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ വീട്ടിൽ ഇതിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ പണ്ടെങ്ങാണ്ട് അളിയൻ കൊണ്ടെത്തുന്നതോ കൂട്ടുകാരൻ കൊണ്ടെത്തുന്നതോ പണ്ട് അമ്മാവനല്ല അപ്പനോ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴപ്പം മേടിച്ചതല്ലേ ആയിരിക്കും. അതിൻ്റെ പേരിൽ അടുത്ത വനം വകുപ്പൂടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. വനം വകുപ്പ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന കേസല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ കേസും കൊണ്ടു നടക്കേണ്ട ഒരു ഗതികേടാവും. അതാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക. വിജയകുമാർ, ഈ കേസ് എടുത്ത പശ്ചാത്തലത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ വിമർശനങ്ങൾ, ഒരുപക്ഷെ സിപിഎമ്മിനെ അനുകൂലിക്കുന്ന ആളുകൾ പോലും കടത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു വനംവകുപ്പിനെതിരെ. പ്രത്യേകിച്ച് ഇന്ന് പി വി ശ്രീനിജൻ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. വേടനെ വേട്ടയാടുകയാണ്, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വനംവകുപ്പ് കേസെടുക്കുകയും പിന്നീട് തുടരന്വേഷണവുമായൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് വനംവകുപ്പ് വളരെ ഗുരുതരമായ സ്വഭാവമുള്ള ഒരു കേസാണിത്. വേടന് 3 മുതൽ 7 വരെ വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ മൃഗവേട്ട അടക്കം ചുമത്തിയിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പിന്നീട് അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകുക അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല. ഒരുപക്ഷെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ജാമ്യ ഹർജിയെ അവർ പൂർണ്ണമായും എതിർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ അന്വേഷണം പ്രാരംഭ ഘട്ടത്തിൽ മാത്രമാണുള്ളത്. ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേടന്റെ മാനേജറാണ് എന്ന് വനംവകുപ്പ് പറയുകയും ചെയ്തു. അങ്ങനെ വേടൻ പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ഈ 20 മുതൽ അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ ഇത് എവിടെ നിന്ന് ലഭിച്ചു, ആ കാര്യങ്ങളൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വേടന് വിദേശത്ത് ഒരുപാട് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡിയിലൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് വേടന്റെ ജാമ്യ ഹർജിയെ പൂർണ്ണമായും എതിർത്തത്. പക്ഷേ അത് കോടതി മുഖവരയ്ക്ക് എടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം വനംവകുപ്പ് തന്നെ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അന്വേഷണം ഈ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം, അതോടൊപ്പം തന്നെ ഇയാൾക്ക് മുൻപ് ഇത്തരത്തിൽ സമാനമായ കുറ്റങ്ങൾ ഇല്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ മൃഗവേട്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വകുപ്പ്, അതായത് മൃഗവേട്ട വകുപ്പ് പ്രധാനമായി നിലനിൽക്കുന്നത് കാട്ടിൽ കയറി മൃഗങ്ങളെ, വന്യജീവികളെ ഇത്തരത്തിൽ വേട്ടയാടി പിടിച്ച് അതുങ്ങൾ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വകുപ്പ് ആണ് വേട്ടനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രാഥമിക തെളിവ് നിലവിൽ വനംവകുപ്പിന്റെ കയ്യിലില്ല. കാരണം ഇത് ഇയാൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്, ഇയാൾ ഇത്തരത്തിൽ കാട്ടിൽ പോയതുമായി ബന്ധപ്പെട്ടോ വേട്ട നടത്തിയതുമായി ബന്ധപ്പെട്ടോ ഒരു തെളിവുകളും വനംവകുപ്പിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല. ഇനി അത് സമാഹരിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോടതിയുടെ ഈ നിലപാട്. വളരെ വിശദമായ ഒരു ഓർഡറാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ ഓർഡറിന്റെ ഡീറ്റെയിൽസ് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുകയും ചെയ്യും. വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. കാരണം നേരത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്ന ഘട്ടത്തിൽ ജാമ്യം ലഭിച്ചു. 6 ഗ്രാം കഞ്ചാവുമായി ബന്ധപ്പെട്ട ജാമ്യമൊക്കെ ലഭിച്ചെങ്കിലും പിന്നീട് ഈ വനംവകുപ്പിന്റെ കേസ് അപ്രതീക്ഷിത കേസായിരുന്നു. വളരെ ക്വിക്കായിട്ടുള്ളൊരു ഇടപെടലായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ കഞ്ചാവ് കേസ് പിടികൂടുന്നതിന് അന്ന് രാത്രി തന്നെ വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇത് പുലിനകമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു സാഹചര്യം കൂടി വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. വളരെ ക്വിക്കായി, സാധാരണഗതിയിൽ ഇത്തരം പരാതികളൊക്കെ വരുമ്പോൾ വനംവകുപ്പ് ഇത്ര ക്വിക്കായി ആക്ട് ചെയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. പക്ഷേ വേടന്റെ കാര്യത്തിൽ വളരെ ക്വിക്കായി വനംവകുപ്പ് ആക്ട് ചെയ്തു. അതോടൊപ്പം തന്നെ അതിന്റെ തെളിവെടുപ്പ് നടത്തുന്ന നടപടിയിലേക്കൊക്കെ വനംവകുപ്പ് പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പക്ഷേ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ പ്രത്യേകിച്ച് ഈ മൃഗവേട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാനായിട്ടില്ല. പിന്നീട് ഇത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതുണ്ട്. ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ നേരാൾ കണ്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി ഇത് തെളിയിക്കേണ്ടതുണ്ട്. വേടൻ പറഞ്ഞ വാദം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സാധാരണക്കാരന് ഇത് പുലിപ്പല്ലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ? അത് വളരെ സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് വേടൻ ജാമ്യാപേക്ഷ നൽകിയത്. അതെല്ലാം കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. പാസ്പോർട്ട് അടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
യെസ്, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നു. അതിന്റെ പകർപ്പ് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ് കോടതി അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉപാധികൾ എന്നൊക്കെ ആ ഘട്ടത്തിലെ അറിയൂ. എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജാമ്യാപേക്ഷയെ അതിശക്തമായി തന്നെ വനംവകുപ്പ് കോടതിയിൽ എതിർത്തു. ആ എതിർപ്പ് നിരാകരിച്ചുകൊണ്ടാണ്, അവഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവിൽ വ്യക്തമാക്കും. വേടൻ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അതുപോലെ ഇത് യഥാർത്ഥ പുലിനകം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് വേടന്റെ അഭിഭാഷകൻ ചോദിച്ചു. തന്നെയുമല്ല, ഇതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് പുലിപ്പല്ലാണെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ റിസൾട്ട് ഒക്കെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ വിചാരണ കോടതി പരിഗണിച്ചിട്ടുണ്ടാകും. എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. വനംവകുപ്പിന്റെ അതിശക്തമായ എതിർപ്പ് വനംവകുപ്പ് ഉയർത്തി. അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.